ക്രിസ്തുവേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. 91 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിൽ അഭയം പ്രാപിക്കുന്നവർക്ക് ലഭിക്കുന്ന അചഞ്ചലമായ സുരക്ഷയെക്കുറിച്ചാണ് ഈ 2 വാക്യങ്ങൾ പറയുന്നത്. എന്താണ് അത്യുന്നതന്റെ മറവ്? ദൈവവുമായുള്ള ആഴമേറിയ ബന്ധമാണ്. നാം ലോകത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് മാറി ദൈവത്തോട് അടുത്തിരിക്കുമ്പോൾ ലോകത്തിന് തൊടാൻ കഴിയാത്തൊരു സുരക്ഷിത വലയം നമുക്ക് ചുറ്റുമുണ്ടാകുന്നു എന്ന് നാം മനസ്സിലാക്കണം. തുടർന്ന് പറയുന്നു, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ജീവിതത്തിന്റെ പരീക്ഷണങ്ങളിൽ ദൈവം നമുക്ക് തണലാകുന്നു. പ്രിയരെ, നമ്മുടെ ഏത് പരീക്ഷാഘട്ടത്തിലും നാം മനുഷ്യന്റെ തണൽ കീഴിൽ ഒളിക്കുവാൻ നാം ശ്രമിക്കരുത്. നാം ആശ്വാസം പ്രാപിക്കുവാൻ നാം ശ്രമിക്കരുത്. നമ്മുടെ തണൽ എന്ന് പറയുന്നത് നമ്മുടെ ദൈവം മാത്രമാണ്. 2 വാക്യത്തിൽ പറയുന്നു, അവൻ എൻ്റെ സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. ശത്രുവിന് തകർക്കാൻ കഴിയാത്ത കോട്ടയെന്നും ഏത് ആപത്തിലും ഓടിക്കയറാവുന്ന സങ്കേതമെന്നും സങ്കീർത്തനക്കാരൻ ദൈവത്തെ അഭിസംബോധന ചെയ്യുകയാണ്. നാം നമ്മുടെ ദൈവത്തെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്? ലോകം മുഴുവൻ തളരുമ്പോൾ എൻ്റെ ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യം നിങ്ങളെ ഏത് കൊടുങ്കാറ്റിലും തളരാതെ നിർത്തും. ഓർക്കുക, നിഴലുണ്ടാകണമെങ്കിൽ പ്രകാശം വേണം. ദൈവമാകുന്ന പ്രകാശത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അവിടുത്തെ സംരക്ഷണത്തിന്റെ നിഴൽ എപ്പോഴും കൂടെയുണ്ടാകും. നാം ദൈവത്തിന്റെ നിഴലിൻ കീഴിൽ പാർക്കുവാൻ ആഗ്രഹിക്കുന്നവരാകുക. ഈ വചനത്താൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.